പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ വിളവെടുപ്പിന്റെ പെരുന്നാളാണ്. Today is our harvest festival. ഞാൻ പണ്ടിത് പെരുന്നാളെന്ന് പറഞ്ഞപ്പോൾ ചിലരുണ്ട്, അവർക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ എന്തോ ഒരു പൈശാചിക ബാധ പോലെ തോന്നും. Some people think that the word festival is some demonic word. കാര്യം അങ്ങനെ പെരുന്നാളെന്നൊക്കെ നമ്മൾ പറയാം. പെരുന്നാൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തുവാ? ഫെസ്റ്റിവൽ എന്ന്. What is the meaning of that? It is just a festival. അല്ലേ എന്നുള്ളതേ ഉള്ളൂ. ഇറ്റ്സ് എ ഗ്രേറ്റ് ഡേ. പെരുന്നാൾ വലിയൊരു ദിവസമാണ്. It is a great day, that is festival. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി കൊള്ളാവുന്ന ചർച്ചക്കാരൊക്കെ നല്ല പേരുകളെല്ലാം പിടിച്ചെടുത്തങ്ങ്. Because most of the old traditional churches have taken away all പിന്നെ these good നമ്മളത് words. പറയുമ്പോൾ എന്തോ ഒരു കുഴപ്പം പോലെ തോന്നും. ഹല്ലേലൂയ. പെരുന്നാൾ എന്ന് പറയുന്ന വാക്ക് പറഞ്ഞാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. I began with the word festival. ഹല്ലേലൂയ. എല്ലാം യേശു ആമേൻ ഉള്ളത്തിൽ ഉണ്ടെന്ന് ചിന്തയുണ്ടെങ്കിൽ എല്ലാത്തെയും ആഘോഷമാക്കണം. When you think you have Jesus, everything becomes a festival. What all you do in the name of the Lord, you make that ഒരു ഭയങ്കര joyous ആയ, എന്താ പറയുന്നത്, അതിനൊരു victorious ആയ, glorious ആയ ഒരു ഫംഗ്ഷൻ ആക്കി അതിനെ മാറ്റണം. You have to make everything a joyous occasion. Hallelujah. Hallelujah. അതിനെ പെരുന്നാളെന്ന് വിളിക്കുന്നു. That's why we call it festival. And this is that day of that great day of our festival. അല്ലേ? പെരുന്നാളെന്ന് പറയുന്നതിന്റെ കാര്യം ഓരോരുത്തരൊക്കെ ഇന്ന് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വാങ്ങിക്കണ്ടായോ? അപ്പോൾ ഒരാൾ ഉണ്ടാക്കിക്കൊണ്ട് വരും, മറ്റേ ആള് വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷെ ഇതൊരു ഒരു നമ്മുടെ ദിവസമാണെന്ന് കണ്ടോണ്ടാ വാങ്ങിക്കുന്നത്. Somebody will bring something, somebody will buy it not because they really need it, but because it's our day and it's our festival. അതൊക്കെ ഞാനിങ്ങനെ ഉത്സാഹിപ്പിക്കാനൊക്കെ പറയും. അവസാനം എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് അടുത്ത ആഴ്ചയോട്ട് വരാതിരിക്കരുത്. I want to encourage you, after buying everything, don't stop coming. വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. Please don't buy everything and make me ചർച്ചിന് pay നഷ്ടം from വരുത്താൻ the ഒക്കത്തില്ലല്ലോ. കാര്യം കണക്ക് എന്റെ അടുക്ക വരുമ്പോൾ കണക്കപ്പിള്ളകൾ പറയും, ഇന്നാള് കണ്ട് ഇത്രയും തരാനുണ്ട്. അപ്പൊ ഞാൻ പറയും, ചോദിക്കണ്ട, ഞാൻ തന്നേക്കാം. The accountant will tell me so and so person owes so and so much, and then I will say, don't ask, I will give. നിങ്ങൾ വിളിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിലൂടെ നോക്കിയേ വിളിക്കാം. So it's good to do ആവേശം നല്ലതാണെങ്കിലും പരവേശം പാടില്ല. ഞാൻ മുന്നമേ ഇത് പറയണ്ടേ മക്കളെ, ഇല്ലേ? ആവേശത്തിൽ കയറി വിളിച്ചിരിക്കും. അപ്പൊ അവിടെ പറഞ്ഞതല്ലേ, എന്താ വിളിച്ചേക്കാം വിചാരിച്ചു. ഒരാൾ 100 എന്ന് പറയുമ്പോ നീ 1000 എന്നൊന്നും കയറി പറഞ്ഞോളല്ലേ. എനിക്കാ പണി കിട്ടുന്നത് അല്ലേ? പറഞ്ഞിട്ടല്ലേ അമ്മാമ്മയാക്കി ഞാൻ പാസ്റ്റർ. ഹല്ലേലൂയ. ഒരു സ്വതന്ത്രമൊക്കെ പറഞ്ഞേ. Hallelujah. So this is that harvest Sunday. ഇന്നാണ് ആ വിളവെടുപ്പിന്റെ ദിവസം. This is the harvest Sunday. എനിക്ക് നിങ്ങളോട് വിളവെടുപ്പിനെ കുറിച്ചാണ് പറയാനുള്ളത്. I want to speak few words about harvest. ഹല്ലേലൂയ. കർത്താവിന് സമർപ്പിക്കാനുള്ള ഒരു അവസരമായി ഇന്ന് നമ്മൾ വിചാരിച്ചോണം. ഹല്ലേലൂയ. ഈ ഹാർവസ്റ്റ് സൺഡേയിൽ this is the time to remember many things and give thanks to the Lord. കർത്താവിനെ ഓർക്കുകയും കർത്താവിന് നന്ദി പറയുകയും ചെയ്യാനുള്ള ഒരു ദിവസമായിട്ട് ഇന്നത്തെ ദിവസത്തെ കാണുക. This harvest Sunday is a time to remember and എത്ര പേര് അതാത് സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർക്കുക എന്തെല്ലാം നന്മകൾ നീ ചെയ്തു. എവിടൊക്കെ ഇരുന്ന് അല്പനേരം അങ്ങനെ ഒന്ന് ചിന്തിച്ച് ഏതൊക്കെ വഴിയിൽ കൂടിയാ പോയത്, എവിടൊക്കെയാ കർത്താവ് ആ ചെയ്ത നന്മകളെയൊക്കെ ഒന്ന് ഓർത്തിട്ട് അവിടെ ഇരുന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. Everybody sit down and thank God for all the goodness you have. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളില്ല, ഇതുപോലെയുള്ള ഈ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോഴാണ് എനിക്കെന്തോ ചെയ്യാൻ പറ്റും കർത്താവ്, നീ എനിക്ക് ഒത്തിരി നന്മകൾ ചെയ്തില്ലേ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ നിനക്കായിട്ട് ചെയ്യുകയാണ്. You have done so much for me and I want to do something. So ഇന്ന് അത് ഓർക്കുക. Remember all those things and renew your mind, renew your life. നിന്റെ ജീവിതത്തെ പുതുക്കുക. അതല്ല നീ ഓർത്തിട്ട് നന്ദി പറയുക മാത്രമല്ല, ജീവിതത്തെ പുതുക്കുക കൂടെ ചെയ്യുക. And not only that you thank God for all the goodness, but you also renew your life. ജെയിംസ് യാക്കോബ് 1:17 എഴുതിയിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങളും from where it comes, the Father, from above. അല്ലേ? എവിടുന്നാ വരുന്നത്? വെളിച്ചങ്ങളുടെ പിതാവിന്റെ പക്കൽ നിന്നാണ് എല്ലാ നന്മകളും ഉണ്ടാകുന്നത്. James 1:17 says all good and perfect gifts come അവന് വികാരമൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ആരാധിക്കുന്നുണ്ടെ കർത്താവിന് പെട്ടെന്ന് കളർ കൂടുകയൊന്നും ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയൊക്കെയാ ചിലർ വിചാരിക്കുന്നത്. ഞാൻ ആരാധിക്കും, ദൈവത്തിന് ഭയങ്കര സന്തോഷമായി. ദൈവം അല്ലെങ്കിലും എന്നും സന്തോഷത്തിൽ ഇരിക്കുന്ന ആളാണ്. ദൈവം സ്വസ്ഥതയിലിരിക്കുന്ന റെസ്റ്റിലിരിക്കുന്ന ആളാണ് ദൈവം എന്ന് പറയുന്നത്.
God is always at rest whether you worship or no. പക്ഷെ നമ്മൾ ആ വർഷിപ്പിനകത്തൂടെ ആരാധനയ്ക്കകത്തൂടെ ദൈവത്തിന്റെ ആ ഭാവത്തിലേക്ക് എത്താൻ കഴിഞ്ഞോ? But through our worship are we able അപ്പൊ to എല്ലാ reach? നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരികയാണ്. It Every comes good down. and perfect gift comes from അത് above. ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ വികാരമോ ഒന്നും അവനില്ല. And who does not have variableness, neither എന്തിനാ shadow why of we turning. worship? നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയല്ല. നമ്മൾ പലപ്പോഴും ദൈവത്തിന് വേണ്ടിയാ ചെയ്യുന്നത്, അല്ല കർത്താവിന് വേണ്ടിയല്ല ചെയ്യുന്നത്, നമുക്ക് വേണ്ടി അത് ചെയ്യേണ്ടത്. We do worship, we do all these things for നമ്മൾ our own നന്നായി selves. ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് നമ്മുടെ ശരീരം കൊണ്ടും ഒക്കെ ദൈവത്തെ ആരാധിച്ചാൽ നമുക്ക് അതിനകത്തുണ്ടാകുന്ന ഗുണം. When we generously worship God, we are benefited. പൗരാണിക ഇസ്രായേൽ, ഏൻഷ്യൻ ഇസ്രായേൽ, പണ്ടത്തെ ഇസ്രായേലിനകത്ത് ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ അവര് വെച്ചിരുന്നത് മുഴുവനും ഭയങ്കര ജോയ്ഫുൾ താങ്ക്സ് ഗിവിംഗ് ഡേ ആയിട്ട് ഭയങ്കര സന്തോഷത്തോടെ അവർ കൊടുക്കുന്നത്. Ancient Israel celebrated harvest festival with great joy and they brought their first fruits to the Lord. കിങ് എസ്കിയയുടെ സമയത്തൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ കൂന കൂട്ടി വെച്ചിട്ട് അതുപോലെ ആൾക്കാർ കൊണ്ടുവരാൻ വരുന്നത്. യഹൂദന്മാർ എത്ര പേരുണ്ട്, പക്ഷെ അവര് കൊടുക്കുന്ന കാര്യത്തിനകത്ത് അവർക്ക് ഭയങ്കര ഹൃദയമായിരുന്നു. When King Hezekiah called for this harvest, people heaped things and there was so much that they gave to the Lord. അവരുടെ ഏറ്റവും നല്ലതും വിലയേറിയതുമായ കാര്യങ്ങളെ ആലയത്തിൽ അവർ കൊണ്ടുവരുന്നത്. അതായിരുന്നു അവരുടെ ആരാധന. Their most precious things were brought to the temple. What is their act of worship? ആരാധനയെ എങ്ങനെയാ അവർ ചെയ്യുന്നത്? അവർക്കുള്ളതെല്ലാം ബെസ്റ്റ് അവർ ആലയത്തിൽ കൊണ്ടുവരും. How did they worship? They brought the best to the temple. അതുപോലെ നമ്മളും തുറന്ന ഹൃദയത്തോടെ നല്ല ഒരുക്കത്തോടെ നല്ല മനസ്സോടുകൂടി, ഇന്നിപ്പം പലരും പല കാര്യങ്ങളും കുക്ക് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. സങ്കീർത്തനം 65 അധ്യായത്തിന്റെ 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ ഓടിച്ചൊന്ന് വായിച്ചു കേൾക്കാം. Psalm 65, 9-15. നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. ആമേൻ. നീ അതിന്റെ ഉടുവയാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടിപിടിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ എന്താ പറയുന്ന? മഴയെ കുറിച്ച്, വെയിലിനെ കുറിച്ച്, അല്ലെ കുടുംബത്തെ കുറിച്ച്, ആരോഗ്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. It talks about so many things like your health, your ground, your നല്ലൊരു സംവത്സരം നൽകി തരാമെന്നൊക്കെയാ പറയുന്നത്. give you good years. ആമേൻ. പക്ഷെ ഇത് നൽകി തരുന്നവൻ ഇതെല്ലാം എവിടെ നിന്നാ വരുന്നത്? കർത്താവിൽ നിന്നാ വരുന്നതെന്ന് വിശ്വസിക്കണം. All these things come from the Lord. ഹല്ലേലൂയ. Our blessings are not man made. മനുഷ്യൻ ഉണ്ടാക്കി തരുന്നതല്ല നമ്മുടെ അനുഗ്രഹം. Our blessings are not man made. ആമേൻ. They are God given. ദൈവം കർത്താവ് ഉയർത്തി തരുന്നതാ. All those things are given by God. അപ്പൊ നമുക്ക് എന്താ ഉണ്ടായത്? മൂന്നാമത്തെ കാര്യം, നമ്മുടെ അകത്ത് നന്ദി ഉണ്ടാകണം. We need to have thankfulness in our heart. നമ്മുടെ അകത്ത് നന്ദി ഉണ്ടാകുമ്പോഴേ നമുക്ക് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ വരത്തുള്ളൂ. And when we are thankful, we will have നമ്മുടെ ഉത്തരവാദിത്തം എന്താ ഉത്തരവാദിത്തങ്ങൾ? What is our responsibility? Fill the gap. നമ്മുടെ ഉത്തരവാദിത്തം എന്തുവാ? എവിടെ ഗ്യാപ്പ് ഉണ്ടോ അതിനെ ഫില്ല് ചെയ്യുന്നുള്ളതാ. We are responsible to fill the gap. See, ദൈവസഭ എങ്ങനെ ആണിക്കല്ല് കയറ്റിയ ദൈവസഭ പണിയുന്നല്ലേ? ദൈവരാജ്യത്തിനകത്ത് ഒരു കല്ലളി കിടക്കുവാണെങ്കിൽ you are ready to be there. Replacement ഞാൻ ആയിക്കോളാം പറഞ്ഞ കയറി വരുന്നത്. If there is a gap, you have to be there as a replacement. നന്ദി ഉണ്ടെങ്കിൽ മാത്രമേ എന്താ വരത്തുള്ളൂ? ഈ പറയുന്നതുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് ഫീൽ ചെയ്തു, ഉത്തരവാദിത്തം നമുക്ക് തോന്നത്തുള്ളൂ. Only if you are thankful, you feel that responsibility. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ വന്നിരുന്ന് കൈയടിച്ച് പാട്ടും പാടി കുറെ കേട്ടിട്ട് നോട്ട് എഴുതിയിട്ട് പോകുന്നുള്ളതല്ല. എന്റെ റോൾ എന്തുവാ? ഈ ദൈവരാജ്യത്തിനകത്ത്, ദൈവസഭയ്ക്കകത്ത്, ദൈവമക്കളുടെ ഇടയിൽ എന്റെ ഉത്തരവാദിത്തം എന്താണ്? If you are not responsible, you just come here, worship and then you go back. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇത്രയും പറയുന്നത്, ഈ ഹാർവസ്റ്റിന്റെ അകത്ത് നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. Two things we need to learn from this harvest. ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ള മനോഭാവം. ഗ്രാറ്റിറ്റ്യൂഡ്, that is the best attitude, I should say. Gratitude is the best attitude. ഹല്ലേലൂയ. Hallelujah. നന്ദി എന്ന് പറയുന്ന ഒരു കാര്യം വാസ്തവത്തിൽ ഇൻ ക്രൈസ്റ്റിലാണെങ്കിൽ, ക്രിസ്തുവിലാണെങ്കിൽ നന്ദിയെ വരാൻ പറ്റത്തുള്ളൂ. In Christ we must be grateful. ഹല്ലേലൂയ. നന്ദി ആർക്ക് കൊടുക്കണം? കർത്താവേ നന്ദി എന്ന് പറയണം. അത് കൈയൊക്കെ ഉയരുന്നത് കണ്ട. We should be grateful. അല്ലാണ്ട് കർത്താവേ നന്ദി എന്ന് കൈ താത്തിട്ട് നിൽക്കുന്നതല്ല കർത്താവിന് നന്ദി. We should lift up our hands. നിങ്ങൾ ശ്രദ്ധിച്ച് മറ്റ് മെയിൻ ലൈൻ ചർച്ചസിലൊക്കെ അവിടുത്തെ പിള്ളേരെല്ലാം തല സ്കാഫ് തുണിയൊക്കെ ഇട്ടില്ലേ പോകുന്നത്? അല്ലേ? എന്താ പോകുന്നത്? എന്താ അങ്ങനെ പോകുന്നത്? പിള്ളേരെ എന്തിനാ അങ്ങനെ പഠിപ്പിക്കുന്നത്?
സ്കാർഫ് ഇടാതെ ഏതെങ്കിലും ഒരു RCയിൽ നിങ്ങൾ MC-യിലോ മലങ്കര കത്തോലിക്കലോ അവിടെ പോയി നോക്ക്, ആരെങ്കിലും തല തുണിയിടായിരിക്കൂ? This is the day to thank God for all the good things He's done in your അതിനകത്തുനിന്ന് life. രണ്ടാമത്തെ കാര്യം ഉണ്ടാകുന്ന സ്റ്റിവാർഡ്ഷിപ്പ്, ഗ്രഹവിചാരകത്വം ഉണ്ടാകത്തുള്ളൂ. ഗ്രഹവിചാരം എന്ന് പറഞ്ഞാൽ സ്വന്തം ഗ്രഹമാണെന്നുള്ള വിചാരം വരണം. And that's how stewardship comes. When you സ്റ്റിവാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്ട് എങ്ങാണ്ട് പോയിട്ട് ഏതാണ്ട് ചെയ്യുന്നല്ല തോന്നുന്നത്. അത് ആ ബിലോങ്ങിങ് നമുക്ക് തോന്നുന്നില്ല. ബോണ്ടിങ് ഇല്ലാത്തതുകൊണ്ട്, ഐക്യമത്യപ്പെടാത്തത് കൊണ്ട് നമ്മൾ ചുമ്മാ വെറുതെ ഒരു വിസിറ്ററെ പോലെ ആയിപ്പോകും. you don't have the bonding, you don't feel the belonging in this church. മാത്രമല്ല, ഞാൻ മുമ്പേ കാണിച്ചതുപോലെ എനിക്ക് കിട്ടിയതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. I am willing to അത് share പൈസ what I ആയിക്കോട്ടെ, have. പൈസ ആയിക്കോട്ടെ, നിങ്ങളുടെ കഴിവുകളായിക്കോട്ടെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പല കാര്യങ്ങളായിക്കോട്ടെ, ഐ എം റെഡി ടു പാർട്ട് വിത്ത് അതേഴ്സ്. മറ്റുള്ളവർക്ക് Whatever. കൊടുക്കണോ? ഞാൻ കൊടുക്കാം, ഐ എം റെഡി. It could be your money. it നമ്മൾ could be ഉടനെ your time. പറയാ, You're നമ്മൾ ready ഉടനെ to പറയാ, give. നോക്കട്ടെ, വരട്ടെ, ആലോചിക്കട്ടെ, വീട്ടില് ചോദിക്കാൻ ചെയ്യാൻ പറ്റത്തില്ല. But you say, let me think. നല്ലതാ, let me അങ്ങനെയൊക്കെ discuss. ആലോചിക്കാൻ ചോദിക്കുന്നത് നല്ലതാ അല്ലേ? ഹോം മിനിസ്റ്ററോട് ചോദിക്കാതെ വല്ലതും ചെയ്യാൻ പറ്റുമോ? അല്ലെ അങ്ങോട്ട് ചെന്നാൽ പിന്നെ വെച്ചേക്കത്തില്ല. ഫിലിപ്പിച്ചാൻ എത്തിക്കുത്തി ഓമനാമയെ നോക്കുന്നു. ഗ്രഹവിചാരത്വം എന്തുവാ? ബിലോങ്ങിങ്. Stewardship is belonging. ഓൾവേസ് നമ്മൾ വിചാരിച്ചോണമേ, ദൈവം നമുക്ക് നന്മകൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ദൈവം എവിടെയെങ്കിലും ആക്കിയിട്ടുണ്ട്. If God has given us good things, നമ്മളൊരു ഓർഫനല്ല, നീ ഒരു അനാഥനല്ലെന്ന്. you are not an orphan. ആ ദൈവത്തിന്റെ സ്നേഹം എങ്ങനെ കാണിക്കുന്നത്? നിന്നെ ചുമ്മാ വഴി കൂടി ഇങ്ങനെ ഇറക്കി വിടുന്ന ദൈവത്തിന്റെ സ്നേഹം How do അല്ല. you show God's love? ഒന്നുമില്ലാത്തിടത്ത്, ഒന്നുമില്ലാതിരുന്ന നിനക്ക് എല്ലാം ഓരോന്നായി ദൈവം നൽകി തരുന്ന ദൈവത്തിന്റെ സ്നേഹം. When you had nothing, God has given you everything one by one. ഞാൻ ഈ പറയട്ടെ, നിങ്ങൾ കൂട്ടായ്മ എപ്പോഴും ശ്രദ്ധിച്ചോണം. കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അപകടം പിടിച്ച കൂട്ടായ്മ. കൂട്ടായ്മയ്ക്കകത്തും കൂട്ടുകൂടേണ്ടവരുടെ കൂട്ടായ്മയാകാവൂ. Even in fellowship, have fellowship with the right people. 2 കൊരിന്ത്യർ 9:10-11 വാക്യങ്ങൾ കൂടി വായിക്കാം. 2 Corinthians 9:10-11. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും ഹല്ലേലൂയ, നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, 11 വാക്യം കൂടെ വായിച്ചു. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് സകലത്തിലും ഹല്ലേലൂയ, ഔദാര്യം കാണിക്കേണ്ട സമയങ്ങളുണ്ട്. ടു എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ നന്ദി പ്രകടിപ്പിക്കേണ്ട ഒരു സമയമുണ്ട്. There are times to express your gratitude. അതിന്റെ ഗുണം എന്താണെന്നറിയോ? നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ സകലത്തിലും സമ്പന്നരാകുമെന്ന്. You will become rich in everything. 9-10 വാക്യം ഉണ്ടല്ലോ, നിങ്ങളുടെ വിളവെടുപ്പിനകത്ത് നിങ്ങൾ, അവൻ ചുമ്മാ ഇരിക്കത്തില്ല. അവൻ എന്ത് ചെയ്യുന്നു? വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരം നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി ഫലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. He will increase your seed and he will make you grow. ഞാൻ ഇതിന്റെ പേര് പ്രോസ്പെരിറ്റി എന്നാ പറയുന്നത്. ഇനിയിപ്പോ ആരും ഇപ്പൊ എന്നെന്ന് പറഞ്ഞാലും ഞാൻ പ്രോസ്പെരിറ്റിയിൽ വിശ്വസിക്കാൻ കാര്യം എന്റെ ദൈവം പ്രോസ്പർ ആണ്. My God is prosperous, so I talk about prosperity. രാവിലെ ഇങ്ങനൊരു ദൈവം ഇരിക്കുമെന്ന് വിചാരിച്ചു, കണ്ണൊന്നും കഴുകാൻ വയ്യാതെ. മോനെ, അങ്ങനെ ദൈവമല്ലോ, എന്റെ ദൈവം എൽ ഷദായ്, സർവശക്തനായ എന്റെ കർത്താവ്. My God is strong and is almighty. ആരോഗ്യത്തിലും അവന്റെ ചിന്താ മണ്ഡലങ്ങളിലും ഒക്കെ അവൻ എങ്ങനെ ഇരിക്കുന്നു? അവൻ ഭയങ്കര ശക്തനല്ലേ? He is very strong. ഹല്ലേലൂയ, Hallelujah. എൽ ഷദായ്. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ PG മാത്യൂസ് വന്നപ്പോ പറഞ്ഞില്ലേ, എൽ ഷദായ്. He is El Shaddai. എൽ ഷദായ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഒക്കെ നല്ലതായിട്ട് ഇങ്ങനെ നിൽക്കുന്നവർ, നെഞ്ച് നിവർത്തി നിൽക്കുന്നവൻ, അവനോട്ടോ വീരിച്ചവിടെ നിൽക്കുക. Broad chest. അതിശക്തനായ ദൈവമാണ്. He is mighty. ഹല്ലേലൂയ. Hallelujah. നമ്മളീ പറഞ്ഞ ഒന്നിനും കൊള്ളാത്ത എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു വിഗ്രഹം അല്ല നമ്മുടെ ദൈവം. അവൻ ജീവനുള്ള ദൈവമാണ്. He is not a good for nothing idol. He is a living God. അപ്പൊ അതുകൊണ്ട് ചെയ്യണം, നമുക്കൊരു താങ്ക്ഫുൾ ഹാർട്ട് നാച്ചുറലി that will become a giving heart. And so we must have a grateful, generous A heart. thankful heart will become naturally hallelujah, a giving heart. കൊടുക്കുന്ന ഹൃദയമായിട്ട് മാറും. നന്ദിയുള്ള ഹൃദയം കൊടുക്കുന്ന ഹൃദയമായിട്ട് മാറും. Thankful heart is a giving heart. Hallelujah. Hallelujah. True thanksgiving always flows outward. പുറത്തോട്ട് ഒഴുകുന്നതാണ്. True thanksgiving always flows To out. bless others, മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ. To bless. And be a blessing. എപ്പോഴും ഇവനൊരു അനുഗ്രഹമായിരിക്കും. അവൻ അനുഗ്രഹിക്കുന്നവനായിരിക്കും, ഇവൻ തന്നെ ഒരു അനുഗ്രഹമായിരിക്കും. എന്ന് പറഞ്ഞാൽ കൊടുത്താൽ കുറയുമെന്ന് ബോധമുള്ളവനല്ല അനുഗ്രഹിക്കപ്പെട്ടവൻ. കൊടുത്താൽ വർദ്ധിക്കുമെന്ന് ബോധ്യമുള്ളവനെയാണ് അനുഗ്രഹിക്കപ്പെട്ടതെന്ന് വിളിക്കുന്നത്. ഞാൻ കൊടുത്താൽ എന്റെ എന്റെ ഒന്നും കുറയത്തില്ല, കൊടുക്കും തോറും ഞാൻ വർദ്ധിച്ചു വരും.
I will increase as I give. ഹല്ലേലൂയ. Hallelujah. ഇന്നത്തെ ദിവസം കൊടുക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ അധ്വാനത്തെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയത്തെയും സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കുറവ് വരത്തില്ല, നിങ്ങൾക്ക് അതിനകത്ത് മേൽഗതി ഉണ്ടാകും. You will increase as you give. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ഭവനവും പള്ളിയും എല്ലാം സമാഹരിക്കുന്ന ഒരു ഇടമാക്കി തീർക്കാതെ, നമ്മുടെ വീട് എല്ലാം ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് തിരിക്കുന്നതായിരിക്കും. വിശാലമായി കൊടുക്കുന്ന ഇടമാക്കി ഈ പള്ളിയും മാറണം, നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതം മാറണം. Our church and our home should not be a place of hoarding but a place of giving. ഞാൻ എൻ്റെ അടുക്ക് വരുന്നവരോടൊക്കെ ഇങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ കഴിക്കും. ഇങ്ങനെയുള്ളതാണോ നിങ്ങൾക്ക് ഇഷ്ടം, ഇങ്ങനെയുള്ളതാണോ ഇഷ്ടം എന്ന് ചോദിക്കും. I always ask, do you want to be a giver or do you want to be a receiver? Why do you come to church? താ ദൈവമേ എന്നാണ് പറയുന്നത്, അത് കൊടുക്കാനാണോ? You come to church, keep on asking what എനിക്ക് to അറിയാവുന്നതുപോലെ give, ഞാൻ എൻ്റെ സ്തുതി കർത്താവിന് കൊടുക്കും. Do you want to receive? ഹല്ലേലൂയ എന്ന് പറയുന്നത് ഞാൻ കൊടുക്കില്ല, എന്റെ ശബ്ദം ഞാൻ കർത്താവിന് കൊടുക്കും. I give my voice to the Lord. കർത്താവേ, ഈ ആഴ്ചയിൽ ഒന്നുമില്ലല്ലോ കർത്താവേ. അതാ ഇങ്ങനെ താൻ പറഞ്ഞാണോ നിൽക്കുന്നത്? Or do you come to the church to receive? നിങ്ങളുടെ അടുക്കൽ ഒരു വ്യക്തി വന്നാൽ നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കുവാന്നോ അതോ കൊടുക്കാൻ നിൽക്കുവാന്നോ? When somebody comes to you, do you give or do you receive? This is so easy. നിങ്ങൾ മനസ്സിലായി, ഇങ്ങനെ നിൽക്കാൻ എളുപ്പമാ, ഇത് പെയിൻഫുള്ളാ. Giving is painful, receiving is easy. അല്ലേ? വാങ്ങിക്കാൻ എന്താ പ്രയാസം? വാങ്ങിക്കാൻ നമ്മൾ വെറുതെ ഇങ്ങനെ നിന്നാ മതി, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരും. It's very easy to receive. എന്നാ കൊടുക്കാൻ നോക്കിയേ. കൊടുക്കാൻ നമുക്ക് കൊടുക്കണമെങ്കിൽ കരളിന് ഉറപ്പ് വരണം. You need to have confidence in your heart to give. ഒരാള് പറയുകയാണ്, എടാ മോനെ ഞാൻ നിന്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞ അന്നേരം നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യക്തിയുടെ കരളിന് ഉറപ്പുള്ള വ്യക്തിയാണ്. If somebody says I will stand with you, that person is. അവര് പറയാണ്, ഇത്രയും പ്രശ്നം വന്നു എന്നാ ബ്രദറെ നോക്കി വേറെ വഴി നോക്കിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമീപിക്കാനേ കൊള്ളത്തില്ല. If you are in trouble, എടാ എന്തോ പ്രശ്നം വന്നെങ്കിലും ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്ന അവന്റെ കരളിന് ഉറപ്പ്, അവന്റെ നെഞ്ചിന് ഉറപ്പുള്ളവനാണ്. അവൻ അറിയാം അവൻ എങ്ങോട്ടായി പോകുന്നെന്ന്. if someone comes and tells you I will stand with നമ്മൾ you, പറയും ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെയാണ്, ഞാനില്ലേ എന്ന് പറഞ്ഞു പോകുന്നവനെ ജീവിതത്തിൽ നമ്മ നോക്കത്തില്ല. if somebody cannot stand with you when you are in trouble, do not trust him. കാര്യം ഒന്നിനോടും ഒരു ആഭിമുഖ്യമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നവരെ എങ്ങനെ വിശ്വസിക്കാൻ ഒക്കത്തില്ല. You can't trust such people. അപ്പൊ ഒരു വ്യക്തി പറയുകയാണ് ഭയങ്കര കുറവുമായിട്ട് വരുവാണെങ്കിൽ പറയാം, കുറവൊക്കെ അവിടെ ഇരിക്കട്ടെ, സാരമില്ലടാ ഞാൻ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയാം, ഈ ആള് അയാളുടെ സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ട് നിന്നെ മറച്ചു പിടിക്കും. If someone comes and if this person is help, he is covering you with his love. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം ആത്മീയ വിളവെടുപ്പ്, സ്പിരിച്വൽ ഹാർവസ്റ്റ്. Fourth point is the spiritual യോഹന്നാൻ 4:35 എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. വയലിനെ നോക്കി യേശു പറയുകയാണ്. John 4:35. ആമേൻ. ഹല്ലേലൂയ. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയെന്ന് നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തു. നിങ്ങൾ തലയൊന്ന് പൊക്കി നോക്കിയേ, എന്തോ കാണുന്നത്? You see plenty of harvest. Lift up your head and see there is a നമ്മുടെ കുഴപ്പമുണ്ടെന്നറിയോ, നമ്മൾ നോക്കുന്നില്ല, കാണുന്നില്ല. ഞാൻ പറയട്ടെ, കേരളത്തിലല്ല കൊയ്ത്ത് നടക്കേണ്ടത്. Lift up your head and see there is a harvest outside Kerala. Then where? പിന്നെ എവിടെ നടക്കേണ്ടത്? അതിനെ തലപൊക്കി നോക്കാൻ പറയുന്നു. You have to lift up your head and see. അബ്രഹാമിനോട് കർത്താവ് പറയുന്നുണ്ട് 13-ാം അധ്യായം ഉൽപ്പത്തി 13:14 പറയുന്നുണ്ട്, നീ തല പൊക്കി നോക്കാൻ. In Genesis, God tells Abraham to lift up his head and see. ഇത്ര നാൾ തല പൊക്കി നോക്കാതെ നടക്കുമായിരുന്നു. Was he not looking until now? നിങ്ങൾ നോക്കിയേ, എബ്രഹാം കർത്താവിന്റെ കൂടെ നടക്കുന്ന ആളല്ലേ? Abraham was വിളിച്ചിറക്കി കൊണ്ടുവന്നതല്ലേ? Abraham was പക്ഷേ പുള്ളിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലോത്ത് കൂടെ ഇരിക്കുന്നുണ്ട്, അതിന്റെ അപ്പുറത്തോട്ട് നോക്കാൻ ഈ ലോത്ത് സമ്മതിക്കത്തില്ല. Lot was not allowing him to look beyond. കൂട്ടായ്മക്കാരുടെ ഒരു പ്രശ്നമുണ്ട് കേട്ടില്ല, അവൻ ഒരു വര വരച്ചു വെക്കുക, അതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകത്തില്ല വിഷയം. People in fellowship can limit you, drawing a line for you. ദൈവത്തെ നോക്കിയിട്ട് ദൈവത്തെ ഓർത്ത് നീ വേണ്ടാതിനം പറയരുത്, അവൻ സ്തുതിക്ക് യോഗ്യൻ. He is worthy of praise. Don't talk anything else about God. തല പൊക്കി നോക്കിക്കേ. ഇപ്പൊ നോക്കിയേ, ലോത്ത് ഭയങ്കര പ്രോബ്ലമാ. ലോത്ത് നിൽക്കുന്നിടത്തോളം കാലം ഇയാൾക്ക് ലോത്തുമായി കണക്റ്റഡ് ആയിട്ടുള്ള വിഷയക്കാരി എന്നും ഇവന് ചൊറിയനാ. ഇവന് Lot is an irritating person. കാര്യം കൂടത്തിൽ വെറുതെ വിളിയൊന്നും ഇല്ലാത്തവൻ കൂട്ടത്തിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും. സ്ക്രാച്ചിങ്. One who has no call will keep on irritating. അതുകൊണ്ട് പുള്ളിക്ക് ജീവിതത്തിൽ തല പൊക്കാൻ പറ്റിയിട്ടില്ല. കാണിക്കുമ്പോളെ എബ്രായർ അല്ല ജെനസിസ് അത് കണ്ടു നോക്കിയേ. അബ്ര ഒരു ദിവസം വന്നപ്പോ എന്താ പറഞ്ഞാൽ വേലക്കാർ ഏതായാലും ഭാഗ്യത്തിന് വേലക്കാർ വഴക്കുണ്ടാക്കിയോണ്ട് ലോത്ത് വന്നിച്ച് പറഞ്ഞു, ഭയങ്കര മഴക്കാച്ചായ, നമ്മൾ മുമ്പോട്ട് പോകാൻ ശരിയാവുന്നുള്ളൂ. എന്നെ പറഞ്ഞു, എന്നാൽ നീ തെക്കോട്ട് പോകാൻ ഞാനങ്ങ് വടക്കോട്ട് പോയിക്കോളാം.
Thankfully there was a strife between the നീ servants തിരുവല്ലയ്ക്ക് and ഞാൻ they കോഴഞ്ചേരിക്ക് departed from കോഴഞ്ചേരിലൊന്നും each ഇല്ലല്ലോ. other. തിരുവല്ലയിലല്ല പിന്നെ ഇച്ചിരി അനക്കവും ബഹളവും ഒക്കെ. രാത്രി 12 മണി വരെ കടയെല്ലാം തുറന്നിരിക്കുന്നത്. കോഴഞ്ചേരിൽ 6 മണി അവിടെ അടച്ചു വീട്ടിൽ പോകും. നീ തിരുവല്ലയ്ക്ക് ഞാൻ കോഴഞ്ചേരിക്ക് പോയിക്കോളാം, ഒന്നും ഇല്ലാത്തത് പോയിക്കോളാം, നിനക്ക് ഹാപ്പി ആണല്ലോ. So Abraham said, if you go to the left, I'll നീ go to the ചെങ്ങന്നൂർക്ക് right. വന്നേ, ഞാൻ അങ്ങ് തുരുത്തിക്കാട്ട് പോയിക്കോളാം, ഒന്നുമില്ല അവിടെ. തുരുത്തിക്കാട്ട് If you go to ആരെങ്കിലും the ഉണ്ടോ? south, I'll go to കീഴ്വൈപ്പൂരല്ലോ the അവിടെ north. തുരുത്തിക്കാട്. You choose what you want. അങ്ങനെ പറഞ്ഞു. അപ്പൊ ലോത്തൊന്ന് നോക്കി അറിയാം, ആ കൊള്ളാന്ന് തിരുവല്ലാത്ത നോക്കി തെരഞ്ഞെടുത്തു. Lord took the best fertile ചിറ്റാർ വേണോ land. പെരുമ്പാവൂരം വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മാമ എന്താ പറയും? കേൾക്കുന്നില്ല. അമ്മ പറയും പെരുമ്പാവൂർ കീ ജയ്, തങ്കച്ചാൻ കീ ജയ്. മൊത്തം മലയാളികൾ ആരുമില്ല, മുഴുവൻ ആസാമി. മൊത്തം അല്ലേ തന്നെ ഇവർ ചെന്നപ്പോഴേ ആസാമികളായി. എല്ലാ ആസാംകാരും ഒറീസക്കാരും. പിന്നെ ആരോ ഉള്ളത് ഏറ്റവും കൂടുതൽ പെരുമ്പാവൂര്? ആരാ? ആ ബായി അതാ പറഞ്ഞ ബീഹാറുകാരാന്നോ? ആ ബീഹാറീസ്. പിന്നെ യു പി, പിന്നെ അവിടെ ആയിരുന്നു എല്ലാം അങ്ങ് പറയുന്നല്ലോ കുറെ നേരമായിട്ട്. പഞ്ചാബി സാലി സിസ്റ്റർ പഞ്ചാബികളെയും കണ്ടുപിടിച്ചു അവിടെ. പെരുമ്പാവൂരായിരുന്നു കുറെ നാള്. അത് ആ അച്ഛനാ കേട്ടോ പെരുമ്പാവൂർ. ഇന്നലെ പറഞ്ഞില്ലേ, മനസ്സിലായി? അടുത്തടുത്താണല്ലോ ഇരിക്കുന്നത്. അടിപ്പുറത്ത് മോളിരിക്കുന്നു. കണ്ടോ? സംസാരിച്ചോ? ആ ഇപ്പൊ ഒന്നും മിണ്ടണ്ട, പിന്നെ ഇപ്പൊ ഒന്നും മിണ്ടണ്ട. അല്ല അതുവഴി കയറി അങ്ങ് പോവും. മോളെ ജെസ്സി ആ പാവ കേട്ടോ, ഉറങ്ങുമ്പോഴൊക്കെ പോയി നോക്കണം. എന്തോടെ താമസിച്ച മറന്നുപോയാന്ന്. പ്രൈസ് ദി ലോർഡ്. Hallelujah. അപ്പൊ അബ്രഹാം ദൈവം ഇപ്പൊ ഇടപെട്ടു. God intervened. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോത്ത് ഈ കൂടെ നടക്കുന്നവൻ ശരിയല്ലേ ഉണ്ടല്ലോ, നമ്മുടെ തല താന്നു പോകും. The one who's along with you is not good. Your head will not be lifted. ലോത്ത് അങ്ങോട്ട് മാറിക്കഴിഞ്ഞോണ്ടേ കർത്താവ് പറഞ്ഞു, ആ കറക്റ്റ് ടൈമാണ്, ഇപ്പൊ നീ തല പൊക്കി നോക്കാൻ പറഞ്ഞു. When Lot went away, God said, lift up your head. എങ്ങോട്ടൊക്കെ നോക്കാനാ പറഞ്ഞേ? ആ അപ്പൊ തിരുവല്ലയ്ക്കും കോഴഞ്ചേരിക്കും ചെങ്ങന്നൂക്കും തുരുത്തിക്കാടിനും എല്ലായിടത്തും അങ്ങ് നോക്കി. Look around. മനസ്സിലായോ? മൊത്തം പറഞ്ഞു, ഇത് മൊത്തം നിന്റെയാന്ന് പറഞ്ഞു. All this land belongs to you. സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണോ? Are you ready to ഏറ്റവും sacrifice? മോശം എടുക്കാൻ നീ നിന്റെ ആൾക്ക് വേണ്ടി അങ്ങ് വിട്ടുകൊടുത്തിട്ട് നീ അങ്ങ് വിട്രോ ചെയ്ത് മാറി അങ്ങ് ഞാൻ ഒതുങ്ങിയിരുന്നോളാൻ പറയാം. ദൈവം നിന്നെ ഉയർത്തും. If you are ready to sacrifice, God will lift നീ you. സാക്രിഫിഷ്യൽ നിന്റെ കൊടുക്കലിൽ നീ ത്യാഗപൂർവമായ കൊടുക്കലാണ്, ദൈവം നിന്നെ ഉയർത്തും. If you are giving a sacrificial, God will lift you. ദൈവം നിന്നെ ഉയർത്തും. God will lift you. വേദനയോടല്ല കൊടുത്തല്ലേ, സന്തോഷത്തോടെ കൊണ്ടുപോടാ, നീ കൊണ്ടുപോയിക്കോടാന്ന് പറഞ്ഞു. With pain you gave. പക്ഷെ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു നോട്ടത്തിനകത്ത് ഒരു ഗുണം കൂടെ കിട്ടി. ലോത്ത് തെരഞ്ഞെടുത്തടം കൂടെ ഇവന്റെ ദൃഷ്ടിക്കകത്ത്, ഇവന്റെ വിഷനകത്ത്. And so whatever Lord chose also came കഥ in. അവിടെ ഒന്നും തീരത്തില്ല. കഥ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോത്ത് അങ്ങോട്ട് പോയെങ്കിലും ഉണ്ടല്ലോ, ഒരു 3 രാജാക്കന്മാർ വന്നേച്ച് ഇവനെ പിടിച്ചു കെട്ടി. ലോത്തിനെ കുറെ ജോലിക്കാരും അല്ലേ ഇല്ല, ആടുമാട് ഇത്രയും നാൾ കൊണ്ട് സമാഹരിച്ച കുറെ ഉണ്ടല്ലോ, സ്വിസ് ബാങ്കിലെ അക്കൗണ്ട് എല്ലാം ഉണ്ട് പുള്ളിയുടെ. എല്ലാം കൂടെ വന്നേച്ച് ഇമാര് രാജാക്കന്മാരെല്ലാം അവിടെ പിടിച്ചു കെട്ടിക്കൊണ്ടങ്ങ് പോയി. Lot was taken captive. അന്നേരം നോക്കി ക്ലിങ് ഒന്ന് അടിച്ചു, വാട്സാപ്പിൽ മെസ്സേജ് വന്നിരിക്കുന്നു, ആണ്ട് പിടിച്ചോണ്ട് പോയെന്ന്. Abraham got the message. ലോത്ത് ഉടനെ അബ്രഹാം പറഞ്ഞു, മോനെ തോമസ് കുട്ടി എഴുന്നേക്കടാ വാടോ. 118 എല്ലാവരുടെയും പേര് എനിക്ക് അറിയത്തില്ല, പിന്നെ 1-2 പേരുടെ പേര്. എല്ലാവരും കൂടെ വിളിച്ചോണ്ട് ഒറ്റ പോകും. 3 രാജാക്കന്മാരെ അവൻ മുട്ടുകുത്തിച്ചു. Abraham took 118 giants and brought to എന്താ ഞാൻ knees all the പറയുന്നത്? 3 നീ kings. തല പൊക്കി നോക്കിയാൽ ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ കാണും, നീ അതിശക്തനായി മാറുകയും ചെയ്യും. If you lift up your head and see the promises God has given, you will become stronger than your enemies. Hallelujah. Hallelujah. Amen. Hallelujah. See, as we thank God for our material blessings, നമുക്ക് കിട്ടിയിരിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങളെയൊക്കെ ഓർത്ത് നമ്മൾ നന്ദി പറയുമ്പോൾ തന്നെ, let us also remember our mission. നമ്മുടെ മുമ്പിൽ വെച്ച ദൗത്യത്തെ നമ്മൾ മറന്നു പോകരുത്. Even as we thank God for our material blessings, let's remember the എന്താ mission നമ്മുടെ that is mission ahead എന്തുവാ? of us. What is our mission? To know, to experience, to share Jesus. Our mission is to know, experience and share Jesus. മിഷൻ എന്ന് പറയുമ്പോൾ നോക്കിക്കോണേ, കർത്താവിനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക എന്നുള്ളൊരു മിഷൻ ഉണ്ട് ഇതിനകത്ത്. We have a mission to share Jesus. ഇതെല്ലാം നല്ലത്, ഇങ്ങനെ കൂടി വരുന്നതും എൻകറേജ്ഡ് ആകുന്നതും എല്ലാം നല്ലതാണെങ്കിൽ ഇവിടുന്ന് ഈ ഡോർ തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നിന്റെ മിഷൻ മറന്നു പോകരുത്.
It's good to gather and have a good time, but don't forget the mission after you leave this place. To reach to that people, those who do not know Christ. യേശു ആരാന്ന് പോലും അറിയാൻ വയ്യാത്തവരുടെ അടുക്കിലേക്ക് കർത്താവ് എന്നെ അയക്കണമെന്ന് നിന്റെ അകത്തെ മിഷൻ കെട്ടുപോകരുത്. You should have the mission in your heart to reach out to those who don't know Christ yet. Who doesn't know the love of God? ദൈവത്തിന്റെ സ്നേഹത്തെ അറിയാൻ എത്രയോ ആൾക്കാരുണ്ട്. There are so many who do not know the love of God. Hallelujah. അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുക. Prepare your heart for it. Amen. And there are hearts to receive gospel. And there are സുവിശേഷം സ്വീകരിക്കാൻ ഒരുക്കപ്പെട്ട എത്രയോ ഹൃദയങ്ങളുണ്ടെന്നറിയോ? There are many whose hearts are open to receive the ലുദിയ gospel. നിന്നതുപോലെ അവിടെ ഹൃദയത്തെ ദൈവം തുറന്നു വെച്ചിരിക്കുക. നീ അവിടെ പോയി പറയുമ്പോൾ അവിടെ അബ്സോർബ് ചെയ്യും. As God had opened the heart of Lydia, there are people with open heart. നിങ്ങളുടെ മേലുള്ള വിളി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനൊരു മിഷൻ ഉണ്ടെന്ന്. God's calling. ഓരോരുത്തർക്കും ഓരോ വിളി, ഓരോ നിയോഗങ്ങൾ സ്വർഗത്തിലെ ദൈവം നിനക്കൊരു മിഷൻ തന്നിട്ടുണ്ട്. God has given each one a vision. ആ മിഷൻ മറന്നു പോകരുത്. Do not forget it. Hallelujah. World is hungry. ലോകം മുഴുവനും വിശന്ന് ദാഹിച്ചിരിക്കുകയാണ്. The world is hungry for Jesus. Not just for bread. നമ്മുടെ അപ്പം ഇതൊന്നും കിട്ടാൻ വേണ്ടിയല്ല അവരിയ്ക്കുന്നത്. നമ്മളെ കൊണ്ട് കൊടുക്കുന്ന കിട്ടാൻ വേണ്ടിയായിരിക്കുക. They are waiting. അവർക്ക് ഇതുവരെ മനസ്സിലാകാത്ത പ്രത്യാശയുണ്ട്. ഹോപ്പ്, സ്നേഹം, സമാധാനം. They are waiting for hope, love and salvation. ഈ രക്ഷ അറിയാൻ വയ്യാത്ത എത്രയോ പേരുണ്ട്. And even salvation. ദൈവം എല്ലാവരെയും സ്നേഹിച്ചു. യേശു കർത്താവിൽ കൂടെ എല്ലാവരെയും രക്ഷിച്ചെങ്കിലും അവനത് അറിയണ്ടായോ? God has loved everybody, saved everyone, but they do not know. അഞ്ചാമത്തെ വാക്യം ഞാൻ പറയട്ടെ. Reaping and what we sow. നമ്മൾ വിതച്ചത് നമ്മൾ കൊയ്യുന്നത്. വിതച്ചതേ കൊയ്യുന്നത്. What you reap, you sow. ഗലാത്യർ 6:7. Galatians 6:7. 6:7. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യർ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ. What man sows, he will reap. ആദ്യത്തെ രണ്ട് വാക്കുകൾ നമുക്ക് വേണ്ട. നമ്മൾ മനുഷ്യൻ വിതയ്ക്കുന്ന മനുഷ്യൻ കൊയ്യുന്നു. What you sow, you will reap. So let us sow the seed of faith. വിശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ, കൈൻഡ്നെസിന്റെ, ഫോർഗിവ്നെസിന്റെ, ക്ഷമിക്കുന്നതിന്റെ. ക്ഷമിക്കുക എല്ലാവരും. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഇറിറ്റേഷനോ വാക്കുകളില്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരാം. അത് പിടിച്ചോണ്ടിരിക്കരുത്, വിട്ടുകളഞ്ഞേക്കണത്. ഞാൻ എപ്പോഴും പറയാം, കുഞ്ഞെ അത് വിട്ടുകളാ, പോട്ട്, വിട്ടുകളാ. So seed of faith, forgiveness, love. നമുക്ക് കൈൻഡ്നെസ് എപ്പോഴാണ് കാണിക്കാൻ പറ്റുന്നത്? ക്ഷമിക്കാതെ കൈൻഡ്നെസ് എങ്ങനെ ദയ കാണിക്കുന്നത്? ക്ഷമിക്കണം. ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമോ? ക്ഷമിക്കണം. ഞാൻ എങ്ങനെ ക്ഷമിക്കും? ക്ഷമിച്ചേ നോക്കൂ. You have to forgive. പാസ്റ്റർ പറഞ്ഞു ഞാൻ എങ്ങനെ ക്ഷമിക്കും? എന്നോട് എന്തുവാ കാണിച്ചു? ഞാൻ എങ്ങനെ ക്ഷമിക്കുന്നു? നീ ക്ഷമിച്ചേ പറ്റൂ. How can I forgive this offense? നീ ദയ കാണിക്കണം, പരോപകാരം കാണിക്കണമേ, കർത്താവിന്റെ സ്നേഹം കാണിക്കണം. നീ ക്ഷമിക്കണം ആദ്യം. To show God's love, you have to forgive. എനിക്കത് വരുന്നില്ല, നിനക്ക് വന്നേ നോക്കൂ. It has to happen. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? പരോപകാരം കാണിക്കണ്ടേ, ദയ കാണിക്കണ്ടേ? എങ്ങനെ കർത്താവിന്റെ ക്രൈസ്റ്റ് ലൈക്നെസ്, ക്രിസ്തു സമം എങ്ങനെയായിട്ട് നമുക്ക് കാണിക്കാൻ? ക്ഷമിക്കണം. You have to forgive. ചലഞ്ചായത്. It is challenging. നിങ്ങൾ വിചാരിക്കരുത് ഈസി വാക്ക് അല്ല ഇത്. ഇതിനകത്ത് ചലഞ്ചസ് ഉണ്ട്. It is not an easy walk. ഇന്നിവിടെ നിന്നോണ്ട് ഇത് കാര്യങ്ങൾ പറയുന്നത് കാര്യം കളിയാക്കാൻ വേണ്ടിയല്ല പറയുന്നത്. ക്ഷമിക്കാൻ എപ്പോൾ തയ്യാറാകുന്നു അപ്പൊ അത്ഭുതങ്ങൾ നടക്കും. നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? നീ മറ്റേ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തും. You will transform the other person if you are able to forgive. വലിയ പ്രയാസമാണ് അല്ലേ? Very difficult. അല്ലേ? ക്ഷമിക്കാൻ പറ്റുമോ? മറ്റേ വ്യക്തി മാറും. The other person will change. നമ്മളത് മനസ്സിൽ വെച്ചോണ്ടിരുന്നത് നമ്മളും ഗുണം പിടിക്കത്തില്ല, അവരും ഗുണം പിടിക്കത്തില്ല. But if you are going to keep offense, they won't get better. ഞാൻ എപ്പോഴും പറയല്ലേ, നമ്മൾ മറ്റേ വ്യക്തിക്ക് എന്താ പറയുന്നത്, വിരോധം കാണിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വാസ്തവത്തിൽ വിഷം കുടിച്ചിട്ട് അയാൾ ചാകാൻ വേണ്ടി നോക്കിയിരിക്കുക. അയാൾ ചാത്തുമില്ല. If you keep offense, you are drinking poison, expecting them to die. You drink poison and you are waiting for the other person to die. നടക്കത്തില്ലത്. അയാൾ ചാത്തില്ല. He won't die. പക്ഷെ നമ്മളിത് കയറ്റി വെച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തലവേദന, ഉരുണ്ട് കയറ്റം, വിശപ്പില്ലായ്മ, ഡോക്ടറിനെ കാണാൻ പോകണം തോന്നും. ഡോക്ടറിനെ കാണുമ്പോൾ നേഴ്സിനെ കാണണം തോന്നും. നേഴ്സിനെ കാണുമ്പോൾ ഫാർമസിസ്റ്റിനെ കാണണം തോന്നും. എല്ലാവരും നമുക്ക് കാണാൻ തോന്നും. അവസാനം പറയാം, പാസ്റ്ററെ ഒരു സമാധാനമില്ല, ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇങ്ങനെയൊക്കെ അത് അവസാനം എന്നെ മണ്ടിക്ക് കൊണ്ടിടി. If you keep offense, you are the one who will fall sick. Hallelujah. Hallelujah. Praise the Lord. ഇപ്പൊ നോക്കിയേ, നമ്മൾ പ്രാർത്ഥന വിതച്ചാൽ നമ്മൾ സമാധാനം കൊയ്യും. If you sow prayer, you will reap peace. നമ്മൾ ജനറോസിറ്റി, കൈൻഡ്നെസ്, ദയ, പരോപകാരം വിതച്ചാൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. If you sow generosity and kindness, you will be blessed. ദൈവത്തിന്റെ വചനം വിതച്ചാലോ?
if you saw the word of God, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ ദൈവരാജ്യത്തിനകത്ത് ആൾക്കാരെ ദിനം പ്രതി കൂട്ടിക്കൊണ്ടുവരും. you will gather people to the kingdom of So God. I every day. encourage you, bring your harvest to the Lord. കർത്താവിനെ കൊണ്ടുവരിക നിങ്ങളുടെ വിളവുകളെ. I just want to encourage you to bring your ഈ harvest to the വിളവെടുപ്പിന്റെ Lord. ഞായറാഴ്ച നമ്മൾ കൊണ്ടുവരുന്ന കാർഷികവും ഗാർഹികവും നിങ്ങൾ ഉണ്ടാക്കിയതുമായ കാര്യങ്ങൾ അതൊക്കെ നല്ലതാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തായി നമ്മുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കാം. It's good that you brought your first fruits to the Lord. Beyond that, give your life to ആമേൻ. the ഇന്ന് Lord. നിങ്ങൾ അവിടെ ഇരുന്നോണ്ടൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എന്റെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവിടുന്ന് ഇടയാക്കണമേ. Thank you, Lord, that you would make me see miracles in my Praise life. the Lord. Hallelujah. Hallelujah. ഒന്ന് പ്രാർത്ഥനയോടുകൂടി അവിടെ ഒന്ന് ഇരുന്നാട്ടെ. Hallelujah. Be there in prayer. കർത്താവേ അങ്ങയുടെ രാജ്യത്തിന്റെ ഫലമാക്കി എന്നെ മാറ്റണമേ. Lord, make me fruitful in your മറ്റുള്ളവർക്ക് kingdom. ഞാൻ ഒരു അനുഗ്രഹമായിരിക്കാൻ കർത്താവെ സഹായിക്കണമേ. Help me to be a blessing to others. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരും കളപ്പുരകൾ നിറയട്ടെ. Let our barns be filled. ആമേൻ. അത് കവിഞ്ഞൊഴുകട്ടെ. Let it overflow. ആമേൻ. ഹല്ലേലൂയ. Remember always harvest is plentiful. ധാരാളമായിരിക്കുന്ന കൊയ്ത്ത് കാലത്തിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. We are in a time of plentiful harvest. Always remember, കർത്താവ് പറഞ്ഞ ഓർത്തോണം, പക്ഷേ വേലക്കാര് ചുരുക്കമാണ്. But the workers are few. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let's pray together. ഹല്ലേലൂയ. Hallelujah. അതാതിടങ്ങളിൽ ഇരുന്ന് നിങ്ങളുടെ ഹല്ലേലൂയ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ ആഗ്രഹം വരുന്നത് പോലെ നിന്നോണ്ടോ നിൽക്കണമെങ്കിൽ നിൽക്കാം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന ഞാൻ പറയുന്ന വാക്കുകൾ എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ. Tell me these words, whether you want to sit or rise up, you can repeat this prayer after me. ആമേൻ. വിളവെടുപ്പിന്റെ നാഥ, Lord of the harvest, ഭക്ഷണത്തിനും കുടുംബത്തിനും വിശ്വാസത്തിനും മാത്രമല്ല അങ്ങ് നൽകി തന്ന സമൃദ്ധമായ എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ നന്ദി we പറയും. thank you for your abundant blessings, for food, for family, for faith. എല്ലാ കാലങ്ങളിലും നന്ദിയുള്ളവരായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. Teach us to be thankful in all seasons. നല്ല വിത്ത് വിതയ്ക്കുവാനും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന വിളവെടുപ്പ് നടത്താനും ഞങ്ങളെ സഹായിക്കണം. Help us to sow good seeds and to bring in a harvest that glorifies your നിന്റെ name. മഹത്വകരമായ വരവ് ഞങ്ങളെ അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ വിശ്വസ്തരും ഫലപുഷ്ടിയുള്ളവരാക്കി നല്ല വേലക്കാരാക്കണം. Make us laborers in your vineyard, faithful and fruitful. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. In Jesus' name we pray. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. കരങ്ങളെയൊക്കെ ചേർത്ത് തട്ടി കർത്താവിന് മഹത്വം കരേറ്റിക്കാട്ടെ. Clap ഹല്ലേലൂയ. your hands and give glory to the Lord. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവേ തീരുമാനത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ കർത്താവേ സ്വർഗീയമായിരിക്കുന്ന ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ മഴ പെയ്തിറങ്ങട്ടെ. ആമേൻ. അടഞ്ഞുപോയ നാളുകളെല്ലാം തുറന്നു വരട്ടെ. അവരുടെ വഴികളെല്ലാം തുറന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ.